നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. മാലിന്യമുക്തം നവകേരളം പ്രവർത്തനങ്ങളുടെ പുരോഗതി മധ്യമേഖലാ അവലോകന യോഗം തൃശൂർ കിലയിൽ ചേർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള AI അധിഷ്ഠിത കോൾ സെന്റർ മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ച് പഠിച്ചറിയാനെത്തി ജാർഖണ്ഡ് സംഘം. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.ബി. രാജേഷുമായി ജമ്മു കാശ്മീരിലെ കൃഷി പഞ്ചായത്ത് രാജ് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജാവേദ് അഹമ്മദ് ദാർ കൂടിക്കാഴ്ച നടത്തി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. ഈ സാമ്പത്തിക വർഷം മുതൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പാക്കാനാണ് തീരുമാനമെന്നും കിലയിൽ സംഘടിപ്പിച്ച തദ്ദേശ സ്ഥാപനതല അധ്യക്ഷന്മാരുടെ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷനാണ് കിലയിലെ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ കില തയ്യാറാക്കിയ വിവിധ കൈപ്പുസ്തകങ്ങളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ജനകീയാസൂത്രണവും പ്രാദേശിക സർക്കാരുകളും എന്ന കൈപ്പുസ്തകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ IAS കൈമാറി പ്രകാശനം ചെയ്തു. നവകേരള സൃഷ്ടിയും പ്രാദേശിക സർക്കാരുകളും എന്ന പുസ്തകം പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS ഏറ്റുവാങ്ങി. പൊതുഭരണം തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോടും ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകുന്ന സേവനങ്ങളും അവയുടെ നിബന്ധനകളും ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രനും നഗരസഭകളും സുസ്ഥിര വികസനവും LSDD ചീഫ് എഞ്ചിനീയർ സന്ദീപും മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. കേരള പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോട് അനുബന്ധിച്ചുള്ള പുതിയ ക്യാമ്പയിനിൻ്റെ ലോഗോ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി. മന്ത്രി എം.ബി. രാജേഷിൽ നിന്ന് TV അനുപമ IAS ലോഗോ ഏറ്റുവാങ്ങി. കേരളം സാർവത്രിക പാലിയേറ്റീവ് കെയർ ആയി മാറുകയാണ്. ആരോഗ്യവകുപ്പുമായി ചേർന്ന് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് അന്ന് തന്നെ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം പ്രവർത്തനങ്ങളുടെ പുരോഗതി മധ്യമേഖലാ അവലോകന യോഗം തൃശൂർ കിലയിൽ ചേർന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിൻ്റെ അധ്യക്ഷതയിൽ കിലയിലെ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷരും സെക്രട്ടറിമാരും സംബന്ധിച്ചു. മാലിന്യനിർമ്മാർജ്ജന മേഖലയിൽ കേരളം ആർജിച്ച പുരോഗതിയുടെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിലൂടെ പൂർണ്ണമായി മാലിന്യ സംസ്കരണം എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയോട് സഹകരിച്ച് പ്രവർത്തിച്ചവരാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. എന്നാൽ പദ്ധതിയെ അർഹമായ പരിഗണന നൽകാതെ അവഗണിച്ച തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ പരിഗണിക്കുകയും അല്ലെങ്കിൽ അവഗണിക്കുകയും ചെയ്യപ്പെടേണ്ട വിഷയമല്ല മാലിന്യ സംസ്കരണം. നിർബന്ധമായും തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ പൂർണ്ണ മാലിന്യ സംസ്കരണത്തിലേക്ക് എത്തിച്ചേരുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ IAS മാലിന്യമുക്ത നവകേരള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ആമുഖമായി അവതരിപ്പിച്ചു. തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS, കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ IAS തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും വേഗതയും ലക്ഷ്യമിട്ടുള്ള നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത കോൾ സെന്റർ സംവിധാനമായ സ്മാർട്ടി പ്രവർത്തന സജ്ജമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാങ്കേതിക വിദ്യയെ ഭരണനിർവഹണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ കേരളം കൈവരിച്ച പുതിയ നേട്ടമാണിതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളെ സംബന്ധിച്ച് വിവരം ലഭ്യമാക്കുകയും നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ച വിവിധ സംശയ നിവാരണവുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സ്മാർട്ടിന്റെ ഭാഗമായി നിലവിൽ ലഭ്യമാക്കുന്ന കോൾ സെന്റർ സംവിധാനമാണ് പൂർണ്ണമായും വെർച്വലായും AI അധിഷ്ഠിതമായും മാറുന്നത്. സ്മാർട്ടി എന്ന പേരിലാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ വെർച്വൽ അസിസ്റ്റന്റിനെ അവതരിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ സുഗമമായും സുതാര്യമായും ഉറപ്പാക്കാൻ ഈ വെർച്വൽ അസിസ്റ്റന്റ് സഹായകരമാവും. തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ കേരള മിഷനും ഇൻഫോ ലോജിക് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ, പഞ്ചായത്ത് ലൈസൻസ് നിയമങ്ങൾ, ജനനമരണ വിവാഹം പോലുള്ള സിവിൽ രജിസ്ട്രേഷൻ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ സംശയ നിവാരണങ്ങൾക്ക് വേണ്ടിയാണ് ഈ സൗകര്യം. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ നടപ്പിലാക്കിയ സ്മാർട്ട് പദ്ധതിയുടെ വൻ വിജയത്തിന് പിന്നാലെയാണ് പുതിയ AI സംവിധാനം എത്തുന്നത്. സ്മാർട്ട് വഴി ഫയലുകൾ തീർപ്പാക്കുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് കണക്കുകൾ നിരത്തി മന്ത്രി വിശദീകരിച്ചു. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മേയർ V.V. രാജേഷ്, തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ TV, പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ്, IKM എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്തോഷ് ബാബു, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനു ഫ്രാൻസിസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കിലയുടെ നേതൃത്വത്തിൽ സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ച് പഠിച്ചറിയാനെത്തി ജാർഖണ്ഡ് സംഘം. IAS ഉദ്യോഗസ്ഥരടങ്ങുന്ന 30 പേരുള്ള ഉന്നത സംഘമാണ് തൃത്താല സന്ദർശിച്ചത്.
മാതൃകാ പദ്ധതി മണ്ഡലത്തിൽ ആവിഷ്കരിച്ചതിന് മന്ത്രി എം ബി രാജേഷിന്റെ സംഘം അഭിനന്ദനങ്ങളും അറിയിച്ചു. തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്തും ജൈവ കൃഷികളെ പ്രോത്സാഹിപ്പിച്ചും സുസ്ഥിര വികസനത്തിൽ മാതൃക തീർത്ത തൃത്താല സുസ്ഥിര പദ്ധതി ജാർഖണ്ഡിൽ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവുമെന്നും അവർ പറഞ്ഞു. പദ്ധതി നടത്തിപ്പിനെക്കുറിച്ചും വകുപ്പ് സംയോജനം സംബന്ധിച്ചും മന്ത്രിയുമായും ഉദ്യോഗസ്ഥരുമായും സംഘം ആശയവിനിമയം നടത്തി. പദ്ധതി പ്രദേശങ്ങളായ പാപ്പിക്കുളം, മങ്ങാട്ടുകുളം, വിവിധ കൃഷിയിടങ്ങൾ, കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ സംഘം സന്ദർശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വവും പൊതുജന പങ്കാളിത്തം എന്നിവ നേരിട്ട് മനസ്സിലാക്കി സുസ്ഥിര തൃത്താല പദ്ധതിയുടെ പ്രത്യേകതകളായ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയോജനം കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS സംഘത്തിന് വിശദീകരിച്ചു കൊടുത്തു. ജാർഖണ്ഡിലെ 13 ജില്ലകളിലെ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള 30 അംഗ സംഘമാണ് സുസ്ഥിര തൃത്താല പദ്ധതി സന്ദർശനത്തിനായി തൃത്താല മണ്ഡലത്തിലെത്തിയത്. കീലയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ T വിനിഷ, KP വിബിലേഷ്, സുസ്ഥിര തൃത്താല പദ്ധതി കോർഡിനേറ്റർ P സെയ്തലവി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവർക്കൊപ്പം സ്ഥല സന്ദർശനത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷുമായി ജമ്മു കാശ്മീരിലെ കൃഷി പഞ്ചായത്ത് രാജ് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ജാവേദ് അഹമ്മദ് ദാർ കൂടിക്കാഴ്ച നടത്തി. തൃശ്ശൂരിലെ കില ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS സന്നിഹിതനായിരുന്നു. കില ഫാക്കൽറ്റി മെമ്പർമാരുമായും ജാവേദ് അഹമ്മദ് ദാർ സംസാരിച്ചു. MB രാജേഷ് ജാവേദ് അഹമ്മദ് ദാറിനെ പൊന്നാടയണിയിച്ചു, ഉപഹാരവും നൽകി. തൃശൂർ മേയർ ഡോക്ടർ ലിജി ജസ്റ്റിൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ IAS, പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS തുടങ്ങിയവർ സംബന്ധിച്ചു. തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിലും തൃശൂർ ജില്ലാ പഞ്ചായത്തിലും ജാവേദ് അഹമ്മദ് ദാർ സന്ദർശനം നടത്തി. ജമ്മു കാശ്മീരിലെ പഞ്ചായത്ത് രാജ് ഡയറക്ടർ ശ്യാംലാൽ, സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഡോക്ടർ ദേശരാജ് ഭഗത് തുടങ്ങിയവരും ജാവേദ് അഹമ്മദ് ദാറിൻ്റെ ടീമിൽ ഉണ്ടായിരുന്നു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിരുന്നു അദ്ദേഹം കിലയിൽ എത്തിയത്. 2 ദിവസങ്ങളിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ മേഖലകൾ സന്ദർശിച്ച ശേഷം ഞായറാഴ്ച അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് മടങ്ങി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പും ഇൻസിനറേറ്ററും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ നിർവഹിച്ചു. മുട്ര സർക്കാർ ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി അധ്യക്ഷയായി. സാനിറ്ററി നാപ്കിനുകൾ വഴിയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് മെൻസ്ട്രൽ കപ്പ് എന്ന ആശയം. 5 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും കപ്പുകൾ വിതരണം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി 2 സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കളക്ടർ N ദേവിദാസ് മുഖ്യപ്രഭാഷണവും നടത്തി. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ എസ്ന പദ്ധതി വിശദീകരിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിന്ദു, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ KS ഷിജുകുമാർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശൈലജ രാജീവ്, മുട്ര വാർഡ് മെമ്പർ വിഷ്ണു രവീന്ദ്രൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടാരക്കരയിലെ അമ്പലക്കര മൈതാനത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പല കാരണങ്ങൾ കൊണ്ട് ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനത്തിലൂടെ നൈപുണ്യവും തൊഴിലവസരവും ഉറപ്പാക്കലാണ് ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ IT പാർക്കിന് പുറമെ സംസ്ഥാനത്തെ ആദ്യ ഡ്രോൺ പാർക്ക്, സയൻസ് മ്യൂസിയം, പ്ലാനറ്റോറിയം, ആധുനിക സ്റ്റേഡിയം, കേരള യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ എന്നിവ കൂടി സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായി. സോഹോ കോർപ്പറേഷൻ ഫൗണ്ടർ ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ N ദേവിദാസ്, കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ലക്ഷ്മി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S രേഖ, ദിവ്യ ചന്ദ്രശേഖർ, P പ്രിയ, മനു ബിനോദ്, V വിദ്യ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ G സരസ്വതി, അംഗങ്ങളായ അഡ്വക്കേറ്റ് V സുമലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയുടെ 76.13 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 7 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ മുഖ്യാതിഥിയായി. PC വിഷ്ണുനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. MLA മാരായ M മുകേഷ്, കോവൂർ കുഞ്ഞുമോൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, ജില്ലാ കളക്ടർ N ദേവിദാസ്, മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലടത്തൂർ ഗോഖലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും കരിയന്നൂർ GLP സ്കൂളിൻ്റെയും പുതിയ കെട്ടിടങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.90 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക നിലവാരത്തിൽ ഗോഖലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. 3 നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ അത്യാധുനിക രീതിയിലുള്ള 12 ക്ലാസ് മുറികൾ, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം എന്നിവയും കലാ സാംസ്കാരിക പരിപാടികൾക്കായി പ്രത്യേക വേദിയും ഒരുക്കിയിട്ടുണ്ട്. 1 വർഷം കൊണ്ടാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി വിശിഷ്ടാതിഥിയായി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിരേഖ, വൈസ് പ്രസിഡന്റ് P രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കരിയന്നൂർ GLP സ്കൂൾ കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ പരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KC അലി ഇക്ബാൽ, പാലക്കാട് PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, പ്രധാന അധ്യാപകൻ K ഏലിയാസ്,
ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ഭിന്നശേഷി അവാർഡിൽ തിളങ്ങി മലപ്പുറം. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഭിന്നശേഷി മേഖലയിലുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ 6 സംസ്ഥാന അവാർഡുകൾ തലസ്ഥാനത്ത് വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ മലപ്പുറം ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അവാർഡ് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ അസീസ്, SID കോർഡിനേറ്റർ ജിൻഷ, KC അബൂബക്കർ എന്നിവർ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു, സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അദീല അബ്ദുള്ള, സാമൂഹ്യനീതി ഡയറക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മലപ്പുറം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ സംസ്ഥാന അവാർഡ് നൽകിയത്. ഇത് ആദ്യമായാണ് ജില്ലയ്ക്ക് ഭിന്നശേഷി മേഖലയിലുള്ള അവാർഡ് ലഭിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അക്ഷരോന്നതി പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ അധ്യക്ഷയായി. LSTD ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് C അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ ജില്ലയിൽ പുസ്തക ശേഖരണ പ്രവർത്തനങ്ങളും ആരംഭിക്കും. തൃശ്ശൂരിലെ പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ 2023-24 പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി വർണ്ണക്കൂടാരം ഒരുക്കിയത്. തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി അധ്യക്ഷ മേഫി ഡെൻസൺ സ്വാഗതവും GUPS പനംകുറ്റിച്ചിറ പ്രധാന അധ്യാപിക AV സുനിത നന്ദിയും പറഞ്ഞു. വിവിധ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം കർമ്മസേനാംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി നടന്നു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കർമ്മസേനാംഗങ്ങൾക്കായുള്ള പരിശീലന പരിപാടി നടന്നു. മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കർമ്മസേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ മണ്ഡലതല ചാർജ് ഓഫീസർ K രവീന്ദ്രൻ പരിപാടിയുടെ വിശദീകരണം നൽകി. കീല റിസോഴ്സ് പേഴ്സൺമാരായ വസന്ത, രാജേന്ദ്രൻ ഉണ്ണി, തീമാറ്റിക് എക്സ്പെർട്ടുമാരായ ദൃശ്യ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ഒറ്റപ്പാലം മണ്ഡലത്തിലെ കർമ്മസേനാംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയും നടന്നു. പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തുകളിലെ കർമ്മസേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. കടമ്പഴിപ്പുറം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ മണ്ഡലതല ചാർജ് ഓഫീസർ KR ശ്രീലത പരിപാടിയുടെ വിശദീകരണം നൽകി. പഞ്ചായത്തിലെ കമ്മിറ്റി അംഗമായ K ശ്രീജിത്ത്, കില്ല റിസോഴ്സ് പേഴ്സൺമാരായ ശ്രീനിവാസൻ, CR മണികണ്ഠൻ, രവിചന്ദ്രൻ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മലപ്പുറം നഗരസഭയിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദ്. രോഗാവസ്ഥയിൽ വീടിനുള്ളിൽ കഴിയുന്നവർക്ക് ആത്മവിശ്വാസവും സാന്ത്വനവും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം രോഗികളുടെ വീടുകളിലെത്തിയത്. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. സന്ദർശനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം ജില്ലാ ജോയിന്റ് ഡയറക്ടർ VK മുരളി, ഡെപ്യൂട്ടി DMO ഡോക്ടർ V ഫിറോസ് ഖാൻ, മലപ്പുറം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സമീറ മുസ്തഫ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പരി അബ്ദുൾ മജീദ്, മലപ്പുറം നഗരസഭാ സെക്രട്ടറി K സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും വീടുകളിൽ എത്തിയത്. K ഇനം കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് നിർവഹിച്ച് മന്ത്രി MB രാജേഷ്. നെടുമ്പാശ്ശേരി ഫ്ലോറ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീയുടെ K ഇനം എന്ന പുതിയ ബ്രാൻഡിൽ തയ്യാറാക്കിയ 30 കാർഷിക മൂല്യവർദ്ധിത ഭക്ഷ്യവിഭവങ്ങളുടെ ലോഞ്ചിങ്ങാണ് നടത്തിയത്. പ്രമുഖ കാർഷിക വ്യാവസായിക സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളായ CSIR, ICAR, NIFTEM, കാർഷിക സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്ന് നേടിയ ഭക്ഷ്യസാങ്കേതിക വിദ്യകളിൽ K-TAP പദ്ധതി വഴി സംരംഭകർക്ക് പരിശീലനം നൽകിയാണ് K ഇനം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. K-TAP പദ്ധതിയുടെ 2ാം ഘട്ട പ്രഖ്യാപനവും യുക്തി സ്റ്റാർട്ടപ്പ് ശൃംഖലയുടെയും തദ്ദേശീയ മേഖലയിലെ ട്രൈ ബ്രാൻഡ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി വിപണനം ആരംഭിക്കുന്ന പ്രത്യേക ഗിഫ്റ്റ് ബോക്സ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അങ്കമാലി നഗരസഭാ അധ്യക്ഷ റീത്ത പോൾ അധ്യക്ഷയായി. റോജി M ജോൺ MLA, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ S ദിനേശൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു P അലക്സ്, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ലിംഗപദവി തുല്യതയും ലിംഗനീതിയും ഉറപ്പുവരുത്തുന്നതിനും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് പൊതു ഇരിപ്പിടം എന്ന നിലയിലുമാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തമായി ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചത്. ജെൻഡർ റിസോഴ്സ് സെന്ററിനു വേണ്ടി തയ്യാറാക്കിയ കെട്ടിടത്തിൽ അനുബന്ധ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രൊജക്ട് രൂപീകരിച്ചെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്
GRC രൂപീകരിക്കുന്നതിന് മാർഗരേഖാപ്രകാരം അനുമതിയില്ലാത്തതിനാൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിലവിൽ 60 പേർക്കിരിക്കാവുന്ന എയർ കണ്ടീഷൻ ചെയ്ത മീറ്റിംഗ് ഹാളും 2 കൗൺസിലിംഗ് സെന്ററും ബ്ലോക്ക് ജെൻഡർ റിസോഴ്സ് സെന്ററിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മീറ്റിംഗ് ഹാളിൽ പ്രൊജക്ടറും സ്ക്രീനും കുടിവെള്ള സൗകര്യവും ഉണ്ട്. ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർകളാണ്. അവരെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളും. ഏറെ പരിമിതികളുള്ള ഒരു സംവിധാനമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളെ പോലെ ജില്ലാ പഞ്ചായത്തിനെ പോലെ സ്വതന്ത്രമായ നിലയിൽ പല പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അത്തരം പരിമിതികളെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്, അത്തരത്തിലുള്ള ഇടപെടലുകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ നടത്തുന്ന പ്രവർത്തനത്തോടൊപ്പം വേറിട്ടതും വ്യത്യസ്തവുമായ നൂതനവുമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ കാലയളവിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വല്ലാത്ത രീതിയിലേക്ക് ടെൻഷൻ ആക്കുമ്പോൾ അതിൽ നിന്ന് റിലാക്സ് കിട്ടാൻ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സെന്ററിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ മാത്രമല്ല കൗൺസിലിംഗ് സെന്ററിലേക്ക് വരേണ്ടത്. നമുക്ക് തന്നെ എനിക്ക് എൻ്റെ മനസ്സ് കുറച്ച് ടെൻഷൻ ആകുന്നുണ്ട്, എനിക്ക് ആരുടെ ഒന്ന് റിലാക്സ് ആയിട്ട് സംസാരിക്കണം, ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ അല്ലെ, അങ്ങനെ നമുക്ക് നമ്മളെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ടാവും. ആ അടുത്ത ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് നമുക്കൊരു റിലാക്സേഷനാണ് അല്ലെ. കുടുംബശ്രീ വന്നപ്പോൾ ഈ കുടുംബശ്രീയുടെ മകനെല്ലാം അറിയാം. കുടുംബശ്രീയുടെ വന്നപ്പോൾ നമ്മൾ ആദ്യം കുടുംബശ്രീയെ വിലയിരുത്തിയെന്നല്ലോ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. കുടുംബശ്രീ കുറെ പെണ്ണുങ്ങൾക്ക് ഇരുന്നിട്ട് വർത്താനം പറയാൻ അല്ലെങ്കിൽ നുണ പറയാൻ, വീട്ടിലെത്തുന്നോടെ എല്ലാ ചപ്പും ചവറും 4 മണിയാകുമ്പോൾ അവര് ആഴ്ചയിൽ കൂടുന്ന കുടുംബശ്രീയിൽ കൊണ്ടിടും. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കാരണം ഈ സ്ത്രീകൾ എല്ലാ ഞായറാഴ്ചയും ആവാൻ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബശ്രീ എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ ആവാൻ കാത്തിരിക്കുകയാണ്. അവർക്ക് വീട്ടിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊരു നുണയിൽ കണക്കാക്കിയുണ്ട്. കൗൺസിലിംഗിന് വരുന്നവർക്ക് ടെലിവിഷൻ, കുടിവെള്ളം, ശുചിമുറി എന്നീ സൗകര്യങ്ങളും ലഭ്യമാക്കി. 2 കൗൺസിലിംഗ് സെന്ററുകളിലായി വിദഗ്ധരായ കൗൺസിലർമാരുടെ സഹായത്തോടെ എല്ലാവർക്കും സൗജന്യ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. പാരന്റിംഗ് ക്ലിനിക്, കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലിംഗ്, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നീ കൗൺസിലിംഗുകൾ ഈ സ്ഥാനം വഴി ലഭ്യമാക്കുന്നു. കൂടാതെ ബോധവൽക്കരണ ക്ലാസുകൾ 5 പഞ്ചായത്തുകളിലും ചെയ്യുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബ്ലോക്ക് തല പ്രവർത്തന ഏകോപനത്തിന് ബ്ലോക്ക് തല ജെൻഡർ റിസോഴ്സ് സെന്റർ ഉപയോഗിച്ചു വരുന്നു. വിവിധ കൗൺസിലിംഗുകളിലായി 240 പേരെ ഇതിനകം കൗൺസിലിംഗിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ്, നിയമസഹായം, മാനസിക പിന്തുണ, ജെൻഡർ അവബോധ ക്ലാസുകൾ, പരിശീലനങ്ങൾ, കരിയർ ഓറിയന്റേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ ചെയ്തുവരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര കർഷക ഗ്രാമമാണ് പുല്ലമ്പാറ. വേങ്കമലക്കുന്നിന്റെ നിഴലേറ്റ് വാമനപുരം നദിയുടെ ലാളനമേറ്റ് വളരുന്ന ഒറ്റഞ്ഞാർ കൃഷിയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കാർഷിക ഗ്രാമം. അസാധ്യമെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകാവുന്ന ഒരു ലക്ഷ്യം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നേടിയതിന്റെ ചാരിതാർത്ഥ്യത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഈ മലയോര ഗ്രാമം. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർക്ക് സാക്ഷരത എന്തുകൊണ്ട് പകർന്നു കൊടുത്തുകൂടാ എന്നൊരാശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പ്രോജക്റ്റിന് ഒരു പേര് കൊടുത്തു, ഡിജി പുല്ലമ്പാറ. കേരളത്തിൽ തന്നെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രാമം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഇതാണ്. പുല്ലമ്പാറ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തരാൻ കുറച്ച് മക്കൾ വന്നായിരുന്നു. അപ്പോൾ അവർ എല്ലാം പറഞ്ഞു തന്ന് എനിക്കിപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ ഇവർ വന്നത് പഠിപ്പിച്ച് തന്നപ്പോൾ എനിക്കിപ്പോൾ എല്ലാം അറിയാം. ഇന്ത്യയുടെ ഡിജിറ്റൽ ഭൂപടത്തിൽ നമ്മുടെ പഞ്ചായത്ത്, പുല്ലമ്പാറ പഞ്ചായത്ത് സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായിട്ടാണ്
പുല്ലമ്പാറ പഞ്ചായത്ത് പ്രഖ്യാപിക്കപ്പെടുന്നത്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് രാജ്യത്ത് തന്നെ ഒരു മാതൃകയായി ഇതോടെ മാറുകയാണ്. ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് പരിപൂർണ തോതിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ വിജയം കൂട്ടായ്മയുടെ വിജയമാണ്. ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ടു വന്ന ഒരു ഗ്രാമീണ മാതൃകയുടെ വിജയം. ഗ്രാമീണ സമൂഹത്തിൽ വ്യക്തമായ വേർതിരിവുണ്ടാക്കാവുന്ന ഡിജിറ്റൽ ഡിവൈഡ് എന്ന പ്രശ്നത്തെ നേരിടാൻ, ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തതുകൊണ്ട് മാത്രം സമൂഹത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് കൈത്താങ്ങാകാൻ, സാമൂഹ്യമായ അസമത്വങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഡിജിറ്റൽ ലോകത്ത് സ്വന്തം ശബ്ദം കൂടി കേൾപ്പിക്കാൻ ഗ്രാമീണരെ തയ്യാറാക്കുന്ന ഈ ദൗത്യം ഭാരതത്തിനാകെ മാതൃകയാക്കാവുന്നതാണ്. പുല്ലമ്പാറ ഗ്രാമം ഇവിടെ നിർത്തുന്നില്ല. ഡിജിറ്റൽ സാക്ഷരതയ്ക്കപ്പുറം ഡിജിറ്റൽ വിദ്യാഭ്യാസമെന്ന അനന്തവിഹായസിൽ പുതിയ സ്വപ്നങ്ങളുടെ ചിറകിലേറി ഉയരങ്ങളിലേക്ക് പറക്കുക തന്നെയാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനിത പ്രമോദ് ആണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ആലപ്പുഴ ജില്ലയിലാണ് അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് വരുന്നത്. എറണാകുളം ജില്ലയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ്. എൻ്റെ പേര് ബിനിത പ്രമോദ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവുറ്റ പ്രവർത്തനങ്ങളിൽ ഒന്നായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന വീടുകൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ തൊട്ടടുത്ത ഒരു ആള് ആക്സിഡൻറ്റിൽ നട്ടെല്ലിന് വലിയ രീതിയിലുള്ള ഫ്രാക്ഷൻ സംഭവിച്ച് കിടപ്പിലായി. അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളാണുള്ളത്. കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ പോറ്റിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയതിൽ അതിന് പ്രകാരം തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി 3,10,000 രൂപ സബ്സിഡിയോടുകൂടി ലോൺ അനുവദിച്ചു. അദ്ദേഹം അതിൽ ആ തുക കൊണ്ട് തന്നെ ഒരു ബാഗ് നിർമ്മാണ യൂണിറ്റ് വീടിനോട് ചേർന്ന് നിർമ്മിച്ചു. അപ്പോഴും നമുക്കതിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൽ യാത്ര ചെയ്ത് ആ റൂമിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇലക്ട്രിക് വീൽ ചെയർ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തന്നെ നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചിലവിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിന് ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആ കുടുംബത്തെ നമുക്ക് വലിയ രീതിയിൽ സഹായിക്കാൻ പറ്റി. ഇതൊരു കുടുംബത്തിൻ്റെ മാത്രം ഉദാഹരണമാണ്. ഇങ്ങനെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഈ അതിദാരിദ്ര്യ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറുവാൻ കഴിഞ്ഞു. അവർക്ക് സ്വന്തമായി ഒരു വരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അരൂക്കുറ്റിയെ സംബന്ധിച്ച പാടശേഖരങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ കുറേ വർഷങ്ങളായി തന്നെ പാടശേഖരങ്ങളെല്ലാം കൃത്യമായി പരിപാലിക്കാത്തതിൻ്റെയും കർഷകർ കുറഞ്ഞതെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്ന് പലരും പിന്നോട്ട് മാറുന്ന സ്ഥിതി ഉണ്ടായി. അവിടെയെല്ലാം കണ്ടൽക്കാടുകൾ പിടിച്ച് വലിയ മരങ്ങളായി രൂപപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് വലിയ ആഗ്രഹം നമ്മുടെ പാടശേഖരങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ്. പാടശേഖരങ്ങൾ തിരിച്ചു വന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് വെള്ളക്കെട്ട് പോലെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു. കണ്ടൽക്കാടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള
തുക നമുക്ക് വകയിരുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സാധിച്ചാൽ നമുക്ക് വലിയൊരു മാറ്റം കാർഷിക മേഖലയിൽ അരൂക്കുറ്റിയെ സംബന്ധിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അരൂക്കുറ്റി പഞ്ചായത്തിൻ്റെ കീഴിൽ 2 സബ് സെൻ്ററുകളാണുള്ളത്. ആ 2 സബ് സെൻ്ററുകളിലും ഒരെണ്ണം വാടക കെട്ടിടത്തിലും ഒരെണ്ണം സ്വന്തം കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി സ്ഥലമുള്ള ഒരു കെട്ടിടമാണ് മറ്റത്തിൽ ഭാഗം സബ് സെൻ്റർ. ആ കെട്ടിടം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ഇപ്പോൾ തുക വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കുടപ്പുറം സബ് സെൻ്ററിൽ നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ കെട്ടിടത്തിനായി അനുവദിച്ച തുക നമുക്ക് വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് എത്രയും വേഗം ഏതെങ്കിലും സ്പോൺസർഷിപ്പിലൂടെയോ മറ്റോ സ്ഥലം കണ്ടെത്തി ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ആഗ്രഹം. എങ്കിൽ മാത്രമേ നമുക്കിന്ന് ഇടപെടാൻ കഴിയുന്ന പാലിയേറ്റീവ് രംഗത്തുൾപ്പെടെ നമുക്ക് ഇടപെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകാൻ കഴിയുകയുള്ളൂ. ഉള്ളത് അരൂക്കുറ്റി CHC ആണ്. CHCയുടെ കീഴിൽ പഞ്ചായത്ത് പാലിയേറ്റീവ് സിസ്റ്റർ കൃത്യമായ ഇടവേളകളിൽ രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒട്ടനവധി കാര്യങ്ങൾ ഈ പാലിയേറ്റീവ് രംഗത്തുള്ളവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ഉപയോഗിക്കുന്ന പാഡുകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഇടം നമുക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ചെറിയ ഏരിയയിൽ വരുന്ന വീടുകളിൽ താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്കത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമുക്ക് വലിയ ഒരു രീതിയിലുള്ള ഒരു ശ്മശാനം 2 ബർണറുകളോട് ഉൾപ്പെടെ ക്രിമിറ്റോറിയം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കൊരു ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ബ്ലോക്കിൽ തന്നെ ഉള്ള രീതിയിൽ ബ്ലോക്കിൻ്റെയൊക്കെ കൂടി ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഈ രംഗത്ത് വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 LP സ്കൂളുകളാണ് ഗവൺമെൻറ് സ്കൂളുകളായി പ്രവർത്തിക്കുന്നത്. അതിൽ അരൂക്കുറ്റി ഗവൺമെൻറ് LP സ്കൂളും മറ്റത്തിൽ ഭാഗം ഗവൺമെൻറ് LP സ്കൂളുമാണ്. മറ്റത്തിൽ ഭാഗത്തെ സംബന്ധിച്ച് 10 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ആ സ്കൂളിൽ 800-ലധികം കുട്ടികൾ, LP സ്കൂളാണെങ്കിൽ പോലും 800-ലധികം കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. അവർക്ക് കളിക്കാനൊരിടം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ചുരുങ്ങിയ ഇടങ്ങളിലേക്ക് അവർ ചുരുങ്ങിപ്പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വലിയ ഫണ്ട് 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ കോമൺ ആയിട്ടുള്ള അവിടുത്തെ പ്രദേശവാസികളോടും കുട്ടികളുടെ രക്ഷകർത്താക്കളോടുമൊക്കെ ഫണ്ട് സ്വരൂപിച്ച് ആ സ്ഥലം വാങ്ങി നമുക്ക് സ്കൂളിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ MLAയുടെ ഫണ്ടിൽ നിന്ന് കിഫ്ബിയുടെ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതല്ലാതെ 35 ലക്ഷം രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അരൂക്കുറ്റി സ്കൂളിലും മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അവിടെ കുറേ കൂടി സ്ഥല സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർക്ക് ഉൾപ്പെടെയുള്ളവ നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഒരു കാര്യം. അങ്കണവാടികളെ സംബന്ധിച്ച് അങ്കണവാടികൾ എന്നും സ്മാർട്ടായിരിക്കണം. കുട്ടികളുടെ അടിസ്ഥാനം രൂപപ്പെടുത്തുന്നത് അങ്കണവാടികളിൽ നിന്നാണെന്ന് ആണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ അങ്കണവാടികളെല്ലാം സ്മാർട്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു അംഗൻവാടി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി 27.5 ലക്ഷം രൂപ വിനിയോഗിച്ച് മുൻപത്തെ 3-ാം വാർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ 25-ലധികം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് അംഗനവാടികളിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും സ്ഥലമില്ലാത്ത, കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് ഉള്ള അംഗനവാടികളുണ്ട്. അതിനെല്ലാം സ്ഥലം കണ്ടെത്തി അംഗനവാടികൾ സ്വന്തമായി അവർക്ക് ഒരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാന ലക്ഷ്യമായി നമ്മൾ കരുതുന്നത്. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഇതുപോലെയുള്ള കളിസ്ഥലങ്ങളും വായനശാലകളും ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. യുവജനങ്ങൾക്ക് കളിസ്ഥലം എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പ്രാരംഭം എന്ന നിലയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഒരു ലൈബ്രറി ഉണ്ട്. പഞ്ചായത്ത് ലൈബ്രറി കുറച്ച് നാളുകളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. അത് അടുത്ത ആഴ്ച തന്നെ ലൈബ്രറി തുറന്ന് കുട്ടികൾക്കായി റെഫറൻസ് ബുക്കുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള വലിയ ഒരു ലൈബ്രറിയാക്കി മാറ്റുകയും അതിനെ ഈ ലൈബ്രറിയാക്കി മാറ്റുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുടുംബശ്രീയെ
കുടുംബശ്രീയെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒന്നരാടം ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം നാട്ടുചന്ത നടക്കുന്ന ഒരു കുടുംബശ്രീയായി അരൂക്കുറ്റി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. സാധാരണ കർഷകരിൽ നിന്ന് ആ വിളവ് കുടുംബശ്രീയുടെ അഗ്രി CRPയും കുടുംബശ്രീ ചെയർപേഴ്സണും നേരിട്ട് പോയി അവരുടെ സൈറ്റുകളിൽ നിന്ന് ശേഖരിച്ച് അത് കൊണ്ടുവന്ന് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഇപ്പോൾ അവർക്ക് ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പരിമിതി മാറ്റിക്കൊണ്ട് അവർക്ക് സൗകര്യപ്രദമായ ഒരു ഷോപ്പ് പണിത് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നു. അതിനുവേണ്ട കമ്മിറ്റി തീരുമാനം ഉൾപ്പെടെയുള്ളവ എടുത്തു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള മുന്നേറ്റം കർഷകരിൽ വരുത്താൻ ഇത് സാധിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ കർഷകരിലും സന്തോഷമുളവാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അതിൻ്റെ വരുമാന മാർഗമായി എത്തുന്നു. ആ വരുമാനം കൊണ്ട് തന്നെ കർഷകർക്ക് ഈ കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൊണ്ടുവരുന്ന കർഷകർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം വലിയ മുന്നേറ്റത്തിനുള്ള തുടക്കം മാത്രമാണ്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വാർഡുകളിൽ മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാനുള്ള പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കണമെന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. അതിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ആര് ശേഖരിക്കും, എവിടെ നമ്മളത് ഡിസ്പോസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത അക്കാര്യത്തിൽ വന്നിട്ടില്ല. അത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ചെറിയ പഞ്ചായത്തും അതിലേറെ ജനസംഖ്യ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. വിസ്തൃതി കൊണ്ട് ചെറുതും ജനസംഖ്യ കൊണ്ട് വലുതുമായൊരു പഞ്ചായത്താണ് അരൂക്കുറ്റി. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് തോടുകളിലേക്കും മറ്റും കായലിലേക്കും വലിച്ചെറിയുന്ന ഒരു രീതി ഇപ്പോഴും ചിലയിടങ്ങളിൽ കാണാറുണ്ട്. അത് നമ്മൾ നിയമപരമായി തന്നെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ എന്തൊക്കെ തന്നെ ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ച് നമ്മളത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കായലുകളിലേക്കുള്ള മാലിന്യം വലിയ രീതിയിൽ കായലിലേക്കുള്ള മാലിന്യമുണ്ട്. അത് ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ പോലും അതൊന്നും വലിയൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം വരുന്ന പെരുമ്പളത്തേക്ക് പാലം വരുന്നത് അരൂക്കുറ്റിയിൽ നിന്നാണ്. അപ്പോൾ തന്നെ വലിയൊരു ടൂറിസം സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്തിൽ തന്നെ 3 മാട്ടകൾ കായലിന് നടുക്കായി തുരുത്തുകൾ ഉണ്ട്. ആ തുരുത്തുകളിൽ നേരത്തെ ജനവാസ കേന്ദ്രങ്ങളായിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു തുരുത്തിൽ മാത്രമാണ് ആളുകളുള്ളത്, അവരുടെ വീടുകളുള്ളത്. ബാക്കി 2 വെറുതെ കിടക്കുകയാണ്. ആ തുരുത്തുകളൊക്കെ വലിയ ടൂറിസം സാധ്യതകൾ ഉപയോഗിച്ച് കയാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങുകയും അവിടെ നാടൻ വിഭവങ്ങൾ കൊടുക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ ഉൾപ്പെടുത്തി ഈ തുരുത്തുകളെ മനോഹരമാക്കുകയാണെങ്കിൽ വലിയൊരു ടൂറിസം സാധ്യത കൊച്ചിയുമായി അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ടൂറിസം സാധ്യത അതിൽ കാണുന്നു. നമുക്ക് ഇങ്ങനെ തന്നെ ആരംഭിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് നമുക്കൊരു ഓപ്പൺ ജിം കൂടി സ്ഥാപിച്ച് ഈ ടൂറിസം മേഖലയെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. (2018) പ്രളയം വലിയ രീതിയിൽ ഉലച്ച ഒരു ജില്ലയാണ് ആലപ്പുഴ. കുട്ടനാട് പോലെയുള്ള താലൂക്കുകളിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അരൂക്കുറ്റിയെ അത്രയധികം അത് ബാധിച്ചില്ലെങ്കിലും എല്ലാ വീടുകളിലും 80% വീടുകളിലും കായലോര പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു. അതൊക്കെ തന്നെ എക്കലടിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് വെള്ളം കൂടുതലായി കയറുന്നത്. അതിനെല്ലാമുള്ള പ്രതിവിധികൾ ഓരോന്നായി ഓരോ കാലഘട്ടങ്ങളിൽ നടത്തി വരികയാണ്. ദുരന്ത നിവാരണത്തിനായി ബ്ലോക്ക് തലത്തിൽ RRT ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും RRT ഉണ്ട്. നമുക്ക് ആ ദുരന്ത സമയങ്ങളിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സന്നദ്ധ സേവകർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ലിസ്റ്റ്, ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത്. അങ്ങനെ നമുക്ക് ദുരന്ത നിവാരണത്തിൽ ഇടപെടാൻ കഴിയുന്ന മേഖലകളിലെല്ലാം നമ്മൾ ഇടപെടുന്നുണ്ട്. ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പാലിയേറ്റീവ് രംഗത്ത് കൂടുതൽ ആളുകൾ കിടപ്പിലായ രോഗികളുണ്ട്. അവർക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീരെ നിർധനരായ വീടുകളിലുള്ള 2-3 പേരൊക്കെ
നിത്യരോഗികളായി മരുന്ന് കഴിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു പരിധിവരെ നമ്മുടെ NCD ക്യാമ്പ് വഴി ആശുപത്രികളിൽ നിന്ന് മരുന്ന് നൽകുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള തുക കൊടുത്ത് പുറത്തുനിന്ന് മരുന്ന് വാങ്ങി കഴിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് എങ്ങനെ അതിനെ കവർ ചെയ്ത് അവർക്ക് കുറച്ചെങ്കിലും മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ നൽകാൻ കഴിയും എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലുള്ളതാണ്. അതുപോലെയാണ് പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് വീൽ ചെയറോ ഇലക്ട്രിക് വീൽ ചെയറോ ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാനുള്ള ഒരു സൗകര്യത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് ഒരാഗ്രഹമായി തുടരുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ കെട്ടിടങ്ങളെല്ലാം വളരെ ശോചനീയാവസ്ഥയിലും പരിമിതമായ സ്ഥലത്തുമാണ്. അതെല്ലാം നമുക്ക് പുനഃക്രമീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യുവജനങ്ങൾക്കായിട്ടുള്ള കളിസ്ഥലമാണ്. ആ കളിസ്ഥലം ഒരു പരിധിവരെ ലഹരിയിൽ നിന്ന് മോചനം നേടുന്നതിന് കൂടി ഉതകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൂടി നമ്മൾ അതൊരു വലിയ ആഗ്രഹമായി മനസ്സിൽ നിൽക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതിനോടൊപ്പമാണ് ഈ പാലിയേറ്റീവ് രംഗത്തുള്ള ഇടപെടൽ കൂടി ആഗ്രഹിക്കുന്നു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും.